ഞാൻ അയാളെ ഫറൂഖിന്റെ രാമനാട്ടുകാരോട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാല് അത് അസംബന്ധല്ലേ? ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ആകാശം കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ മസ്ജിദുൽ അഖ്സ വരെ പോയി എന്നാണ് ഖുർആൻ പറഞ്ഞത്. ബാക്കി ഹദീസിലുള്ളത് അത് സ്വീകരിക്കാൻ സുല്ലമി ഒരുക്കമല്ല, മടവൂരികൾ ഒരുക്കമല്ല. അതുകൊണ്ട് ന്യായം പറയുന്നു, എന്നിട്ട് അതിന് ന്യായീകരണം നൽകുന്നു. എന്നിട്ട് സമൂഹ മധ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് ചോദിക്കുകയാണ്, സലാം സുല്ലമി ഒരു ഹദീസിനെ നിഷേധിച്ചത് തെളിയിക്കാമോ? 1,1000 തെളിയിക്കാൻ തയ്യാറാണ്. ഇതിനു മുമ്പും ഈ ഉള്ളവൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മതം മറന്ന മടവൂരികൾ എന്ന പേരിൽ ഈ ഉള്ളവൻ തന്നെ പുറത്തിറക്കിയ സിഡിയിൽ ഇക്കാര്യം വിശദീകരിച്ചിട്ട് ഇന്ന് വരെ മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മടവൂരികളെ, ഇനി നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം തരുന്നുവെങ്കിൽ, വിശദീകരണം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തോടു കൂടി മിഅ്റാജ് പോയിട്ടുണ്ടോ ഇല്ലേ? അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഇനി അഥവാ മിഅ്റാജ് എന്നത് സ്വപ്നമാണോ അല്ലേ? അത് നിങ്ങളുടെ നിലപാടെന്താ നിങ്ങൾ പറയണം. അവിടെ നിങ്ങൾ സലാം സുല്ലമിയുടെ കൂടാണോ ഇനി അതല്ല ഖത്തർ ഗ്രൂപ്പിന്റെ കൂടാണോ എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാല്, ഇവിടെ ഇപ്പൊ അലിമല്ലാക്ക ഉഷാറോടുകൂടി വന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ മുജാഹിദികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പാണ്. എന്നിട്ട് മൂപ്പര് കുറെ പേരിടും. അത് നമ്മുടെ ചെമ്മാട്ടാരന് മൈസൂരിലുണ്ട്. മൂപ്പര പേരുണ്ടാക്കി കൊടുക്കണതാണ്. പക്ഷെ മൂപ്പർക്ക് പേരായിട്ട് അറിയില്ല. സെക്കരിയാക്കൽ, കാതിരിയാക്കൽ, പിന്നെന്താണ് പറപ്പൂരികൾ, പിന്നെ AP ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെ പേരിടുന്നത്. ഇവിടെ മനുഷ്യന്മാർക്ക് വിളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആണെങ്കിൽ, പറയാൻ പറ്റുകയാണെങ്കിൽ, കേൾക്കാൻ രസമുള്ള എന്തെങ്കിലും ആണെങ്കിലും കൊള്ളാം. പേരിടാനും അറിഞ്ഞൂടാ. യഥാർത്ഥത്തിൽ മടവൂരികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു 100,000 ഗ്രൂപ്പ് ഉണ്ട്. അതിലൊന്നാണ് SSF. SSF എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ തെറ്റിദ്ധരിക്കണം, ഇത് വേറെ SSF. മടവൂരികളുടെ കൂട്ടത്തിൽ SSF ഉണ്ട്, സലാം സുല്ലമി ഫാൽസ്. ആ SSF ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഒരു ഖത്തർ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ മുണ്ട ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇതിനിടയിൽ വേർതിരിവും വേണം. നമ്മുടെ അലിമുല്ലയുടെ മുറാദൂടെ ഹാസിലാക്കി കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ SSFകാർ പറഞ്ഞ ഇപ്പൊ കേട്ടത് എന്ത്? നബി മിഅ്റാജ് പോയത് സ്വപ്നത്തിലാണ്. അപ്പൊ ഖത്തർ ഗ്രൂപ്പ് പറയാൻ പറ്റൂല, നമ്മൾ സമ്മതിക്കൂല. ഖത്തർ ഗ്രൂപ്പ് നേരെ വട്ടോടക്കി. ഖത്തർ ഗ്രൂപ്പ് പറയുന്നത് എന്താ കേട്ടോളൂ. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം സഹാബികൾക്ക് ചൊല്ലിക്കൊടുത്തു എങ്കിൽ ഖുർആൻ അതിന് അടിവരയിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കിതിനോടൊരു സമീപനമേ ഉള്ളൂ. പൂർണ്ണ മനസ്സോടെ ഒരു സംശയഭാഗവുമില്ലാതെ നാം അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ സമ്മതിക്കുന്നത്? ഒന്ന്, അത് ശരീരത്തോടു കൂടി തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ശരീരത്തോടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോയി എന്നത് ശരീരം, സ്വപ്നമൊന്നുമല്ല, ആത്മീയമല്ല, സ്വപ്നമല്ല, ശരീരത്തോടെ. കാരണം ഖുർആൻ ഈ വിഷയം അവതരിപ്പിച്ച രീതി ശ്രദ്ധിച്ചോ നിങ്ങൾ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 1 മാസ ദൂരെ യാത്രയുള്ള ഒരു സ്ഥലത്തേക്ക് സ്വപ്നത്തിലൂടെ ഒരു യാത്രയാണെങ്കിൽ അത്ഭുതത്തോടു കൂടി പറയണോ സുബ്ഹാന? അത്ഭുത സ്വരത്തിൽ സുബ്ഹാന അത്ഭുതത്തിന്റെ വാക്കാണ്. സുബ്ഹാനല്ലാഹ് അറബി ഭാഷയിൽ. പരിശുദ്ധനാണ് അവൻ, എന്തുമാത്രം പരിശുദ്ധൻ എന്ന പ്രയോഗമല്ല, അതിശയോക്തിയുടെ, ആശ്ചര്യ പ്രകടനത്തിന്റെ. അത് പറയാൻ കാരണം ഇത് സാധാരണ സംഭവിക്കാത്തൊരു കാര്യമായതുകൊണ്ടാണ്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി, തൻ്റെ അടിമയെ, നമ്മുടെ അടിമയുടെ ഭാവനയെയല്ല, സ്വപ്നലോകത്തെയല്ല, റൂഹിനെയല്ല, തൻ്റെ അടിമയെ കൊണ്ടുപോയി. സൂറത്തു നജ്മിലെ പ്രയോഗം മസാഗൽ ബസറു വമാ തഗ, കണ്ണ് തെറ്റിപ്പോയിട്ടില്ല, വമാ തഗ, പരിധി വിട്ടിട്ടില്ല. കണ്ടതൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ള, പറഞ്ഞതൊക്കെ കണ്ടെന്ന് ഉറപ്പാ. കാണാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നോക്കിയിട്ടില്ല. അൽ ബസർ, സ്വപ്നത്തിലുണ്ടോ അങ്ങനെ? സ്വപ്നത്തിൽ പലതും കാണും, പലതും കേൾക്കും. അപ്പൊ ഖുർആന്റെ പ്രയോഗങ്ങൾ മുഴുവൻ അതാണ്. പിന്നെ ഉമ്മുഹാനി എന്തിനാ പേടിച്ചത് ഒരു സ്വപ്നം പറയാൻ? എന്തെല്ലാം സ്വപ്നം, ഇതിനേക്കാളും വലുതൊക്കെ നമ്മൾ കാണും. ഇതിനേക്കാളും വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട നിലവാരത്തിലേക്ക് എത്തിയ അർത്ഥത്തിലല്ല, പൊട്ട സ്വപ്നങ്ങൾ പലതും കാണാറില്ലേ? ഉമ്മുഹാനി പേടിച്ചു, നിങ്ങൾ പറയില്ല പ്രവാചകരെ. അത് സ്വപ്നമായതുകൊണ്ടല്ല. ഖുറൈശികൾ എന്തിനെ പ്രവാചകനെ കളിയാക്കിയത്? സ്വപ്നം കണ്ട മനുഷ്യനെ കളിയാക്കുമോ? എന്തിനെ അബൂബക്കർ സിദ്ദീഖിനരികിൽ പോയി അവർ ഒരു പെരുപ്പത്തിൽ പറഞ്ഞത് സ്വപ്നം കണ്ടതിനെ പറ്റി ഇങ്ങനെ പറയണോ? അപ്പൊ സ്വപ്നമല്ല, സത്യമായും സംഭവിച്ചത് തന്നെ. അപ്പൊ സ്വപ്നമല്ല, ശരിയല്ല, അത് ശരിയല്ല, സ്വപ്നമല്ല. ഖത്തർ ഗ്രൂപ്പ് പറയണത് യഥാർത്ഥം തന്നെയാണ്. ഇനി അതുകൊണ്ട് അവസാനിപ്പിക്കണില്ല, പിന്നെ അദ്ദേഹം ന്യായം പറയാണ്. ഖത്തർ ഗ്രൂപ്പ് പിന്നെയും ന്യായം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറയുന്നത് കേട്ടോ? ഇങ്ങനെ അവതരിപ്പിക്കാൻ പറയാൻ കാരണം നിങ്ങൾക്കൊക്കെ ഇതിൽ സംശയമുണ്ട് എന്ന അർത്ഥത്തിലല്ല.
നമുക്കിത് ഉറച്ചിട്ട് വേണം ഇത് പറയാൻ. സത്യം പറ, ജീവിതത്തിൽ ഈ കഥ, ഈ സംഭവം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മുടെ മക്കൾക്ക് ആട്ടെ, ഇസ്ലാമിനെ പറ്റി ഒരു അന്യമതസ്ഥനോട് സംസാരിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക, ഇത് പറയാണ്ടിരിക്കാനല്ലേ മനസ്സിലെ ബോധ്യം? അത് പറഞ്ഞാൽ അയാൾക്ക് എന്താ തോന്നുക? പറ, എവിടെ നമ്മുടെ മനസ്സിന്റെ ഉറപ്പ്? എന്റെ പ്രവാചകൻ ആകാശത്തേക്ക് യാത്ര ചെയ്തിരുന്നു എന്ന് തന്റെ ഇടത്തോടെ വിളിച്ചു പറയാൻ, എന്റെ പ്രവാചകൻ ഒരു 2 മാസത്തെ വഴി ദൂരം നിമിഷങ്ങൾ കൊണ്ട് യാത്ര താണ്ടിയിരുന്നു എന്ന് വിളിച്ചു പറയാൻ മാത്രമുള്ള ഉറപ്പ് മനസ്സിലുണ്ടെങ്കിൽ അവനത് പറയും. നമ്മളിത് പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ആ ഉറപ്പ് നമ്മൾ അംഗീകരിക്കുക മാക്സിമം, അല്ലേ? മാക്സിമം ഞാനങ്ങ് സമ്മതിച്ചേക്കാം പടച്ചോന് വേണ്ടിയിട്ട്. നിങ്ങൾ പറയാത്തത് ഇതുകൊണ്ടാണെന്ന് ആരോപിക്കുകയല്ല ഞാൻ. പക്ഷേ നമ്മുടെ പലരുടെയും അവസ്ഥ നില ഇതാണ്. അത് മാറ്റാൻ കൂടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്ത് സംശയിക്കണം? അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, റളിയല്ലാഹു അൻഹു, അങ്ങ് ദൂരെ അള്ളാന്റെ അർശിന്റെ സമീപത്തുനിന്ന് ഞാനും നിങ്ങളും കണ്ടിട്ടില്ലാത്ത ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു മലക്ക് പടച്ചവന്റെ നിർദ്ദേശങ്ങളുമായി നമ്മുടെ കാക്കൽ പ്രവാചകന്റെ അരികത്ത് വരുന്നു എന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ? അതെ. ആ പ്രവാചകൻ ഒരു ദിവസം ഈ മലക്കിന്റെ കൂടെ യാത്ര ചെയ്തു എന്ന് പറയുമ്പോഴേക്ക് എന്താ ഇത്ര ആശ്ചര്യപ്പെടാനുള്ളത്? അതാ നമ്മുടെ ബോധം. നമ്മൾ സർവ്വ മനസ്സോടെ ഖുർആൻ ചൊല്ലിത്തന്ന ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജറുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് പറയും വിധത്തിൽ നാം ഏറ്റുപറയുകയും പഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കണ്ടോ? കാരണം എന്ന് വെച്ചാൽ ഈ SSF ആകെ പ്രശ്നം ഉണ്ടാക്കി. സലാസുൽ നബി ഫാൻസ് ആകെ പ്രശ്ന. ഇതിപ്പോ എങ്ങനെ പറയാനാ? നബി ഇപ്പൊ ആകാശത്ത് പോയി എന്നൊക്കെ പറഞ്ഞാല് ഇത് മനുഷ്യന്മാരോട് പറയാൻ പറ്റും? ഇത് ബുദ്ധിക്ക് പറ്റുമോ? അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ കേരളത്തിലെ ഹുസൈൻ മടവൂരും കൂട്ടരും ആകെ പ്രയാസത്തില്ല. അതുകൊണ്ട് അങ്ങനൊന്നും പറയണ്ട. പിന്നെ നമുക്കിപ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ സ്വപ്ന എന്നൊക്കെ പറഞ്ഞ് അറേഞ്ച് ചെയ്യാതാ. ഖത്തർ ഗ്രൂപ്പ് പറഞ്ഞ് പറ്റൂല. നേരെ മറിച്ച് പറയണം, നമ്മുടെ ആളുടെ മനസ്സ് തന്നെ ശരിയല്ല. ഇതൊക്കെ മടവൂരിലൂടെ പറയുന്നത്. നിങ്ങളുടെ മനസ്സ് തന്നെ ശരിയല്ല. കാരണം വെച്ചാല് ഇത് പറയണ്ടെന്നുള്ളടത്താണ് നമ്മുടെ ആളുകളുള്ളത്. അതുകൊണ്ട് അത് പറ്റൂല, ഇത് കൃത്യമായി പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നബിയുടെ മുന്നിൽ പോയി എന്ന് സമ്മതിക്കുന്നത് പോലെ നമ്മൾ സമ്മതിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി കൃത്യമായി മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ വന്ന അലി മദനിയെ സംബന്ധിച്ചിടത്തോളം ഏതാ ശരി? നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക്. സലാസുൽ നബി പറഞ്ഞതും പഠിപ്പിച്ചതുമാണോ? അദ്ദേഹം പറയുന്നതാണോ? അദ്ദേഹം വിശദീകരിക്കുന്നതാണോ? ഇനി അതല്ല, ഇപ്പറഞ്ഞ ഖത്തർ ഗ്രൂപ്പ് പറഞ്ഞതാണോ? ആര് പറഞ്ഞതാ ശരി? ആര് പറഞ്ഞതാ നിങ്ങളുടെ നിലപാട്? കാരണം നിങ്ങളുടെ നിലപാട് പലപ്പോഴും തീരുമാനിക്കുന്നത് സലാസുൽ നബിയാണ്. കേരളത്തില് ആ സലാസുൽ നബിയുടെ നിലപാട് വാരിപ്പുണർന്നുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ നിഷേധത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഹദീസുകളെ പുച്ഛിക്കുന്ന പ്രവണത ഈ സമൂഹത്തിൽ വളരെ ശക്തമായി നിങ്ങൾ നിലനിർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് വിശദീകരിക്കുന്നത്. ഇനി നിങ്ങൾ വ്യക്തമാക്കണം, ഇവിടെ സലാസുൽ നബി ഹദീസിനെ നിഷേധിച്ചിട്ടുണ്ടോ ഇല്ലയോ? മേറാജിനെ തള്ളിയിട്ടുണ്ടോ ഇല്ലയോ? ഇനി അതല്ല, മേറാജിനെ സ്വീകരിക്കുകയാണോ ചെയ്തത്? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയണം. മാന്യ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ, ആ ഖുർആൻ സ്വീകരിക്കുമ്പോൾ അതിന്റെ വിശദീകരണമായി ഹദീസ് സ്വീകരിക്കണമെന്ന് പറയേണ്ടതിന് പകരം വിശുദ്ധ ഖുർആൻ അതാണ് നാളെ ഹുജ്ജത്തായി വരിക, അതുകൊണ്ട് തന്നെ ഹദീസ് നാളെ റബ്ബിന്റെ അടുക്കൽ ചോദ്യമായി വരികയില്ല എന്ന് വിശദീകരണം നടത്തി. ഖുർആൻ മാത്രമാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്, അതിന്റെ സംരക്ഷണമാണല്ലോ ഏറ്റെടുത്തിട്ടുള്ളത്. ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തു എന്നല്ല പറഞ്ഞിട്ടില്ല എന്ന് വാദിച്ച് ഹദീസ് നിഷേധത്തിലേക്ക്, പ്രമാണങ്ങളെ തള്ളുന്നതിലേക്ക് ഈ മുസ്ലിം ഉമ്മത്തിനെ പിടിച്ചുകൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ ഈ മടവൂരികൾ ചെയ്യുന്നത്. ഇത് പറയുമ്പോ നമ്മൾ ഒരു കാര്യം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതെന്താ? അത് മറ്റൊന്നല്ല, ഈ ഖുർആൻ സ്വീകരിക്കാൻ ഇവരൊരുക്കാണോ? ഖുർആനിന്റെ ആയത്തുകളെ സ്വീകരിക്കാൻ ഇവരൊരുക്കാണോ? അല്ല. നേരെ മറിച്ച് അവിടെയും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുക എന്നൊരു നിലപാട്, ആ നിലപാടിലാണ് അവരുള്ളത്. വെറുതെ ഒന്നും ഇവിടെ പറയില്ല, തെളിവുകൾ സമർത്ഥിക്കാൻ ഒരുക്കാണ്. ഇനി പറയുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മടവൂരിക്ക് അങ്ങനെ ഉണ്ടോ എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഒരു കുറിപ്പ് കൊണ്ട് കൊടുത്തിട്ടാൽ മറുപടി ഇവിടുന്ന് പറഞ്ഞു തരും, തെളിവങ്ങ് കാണിച്ചു തരും. അപ്പൊ ഈ പറയുന്ന കൂട്ടത്തിൽ പറയുന്നതിൽ വല്ല സംശയം തോന്നിയാൽ മടവൂരികൾ വിഷമിക്കരുത്.
ചോദിച്ചു പഠിക്കണം, മനസ്സിലാക്കണം.